നമസ്തേ. ഈ പ്രപഞ്ചം എവിടെ നിന്ന് ഉണ്ടായി എന്ന രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ത്വത്തപരം ന അന്യത ജാതം. നിന്നിൽ നിന്ന് വേറിട്ടൊരു പ്രപഞ്ചമല്ല ഇത് എന്ന് പറഞ്ഞാൽ നിന്നിൽ തന്നെ, ആത്മാവിൽ തന്നെയാണ് പ്രപഞ്ചം ഉണ്ടായത്. ആത്മാവിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായി വന്നിരിക്കുന്നത്. ഞാനാര്? ത്വം ഹി ബ്രഹ്മ, നീ ഈശ്വര ചൈതന്യമാണ്, ആത്മാവാണ്. ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി? കുതോ ജഗതിതം. പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി? നിന്നിൽ നിന്നുണ്ടായി, ആത്മാവിൽ നിന്നുണ്ടായി. നിന്നിൽ നിന്ന് വേറിട്ട്, ആത്മാവിൽ നിന്ന് വേറിട്ടൊരു പ്രപഞ്ചമില്ല. അപ്പോൾ എല്ലാം ഉണ്ടായിരിക്കുന്നത് ആത്മാവിൽ നിന്ന് തന്നെ. തൈത്തിരീയ ഉപനിഷത്തിലാണെന്ന് തോന്നുന്നു ഒരു മന്ത്രമുണ്ട്, ഏതസ്മാത് ആത്മന ആകാശ സംഭൂത എന്ന് പറഞ്ഞ് സൃഷ്ടിയുടെ ഒരു ക്രമം വിവരിക്കുന്നുണ്ട്. ഈ ആത്മാവിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്. അതിനെ ഗുരു ഇവിടെ പറയുകയാണ്, ത്വത്തപരം നാന്യതോ ജാതം, നിന്നിൽ നിന്ന് വേറിട്ടൊരു പ്രപഞ്ചമില്ല. പിന്നീട് മറ്റൊരു പ്രത്യേകത എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ? ന സ്വതയേവ ഭാതി, ഇത് തനിയെ പ്രകാശിക്കുന്നതല്ല. ന സ്വതയേവ, തനിയെ തന്നെ, ഭാതി പ്രകാശിക്കുക, ഇല്ല, ന സ്വതയേവ ഭാതി, തനിയെ തന്നെ പ്രകാശിക്കാൻ ഇതിന് സാധ്യമല്ല. ഭാസ് എന്ന വാക്കിൽ നിന്നാണ് ഭാതി ഉണ്ടായത്. ഭാസ് പ്രകാശം, ഭാതി പ്രകാശിക്കുക. ഭാസിൽ രതിയുള്ളവരാണ് ഭാരതീയർ എന്ന് പറയും, പ്രകാശത്തിലെ താത്പര്യമുള്ളവര്. ഇപ്പം നസ്വതയേവ ഭാതി, ഇത് തനിയെ പ്രകാശിക്കാൻ ശക്തിയുള്ളതല്ല. ആത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് പ്രപഞ്ചം പ്രകാശിക്കുന്നത്. അല്ലാതെ പ്രപഞ്ചത്തിന്, ജഡവസ്തുവായിട്ടുള്ള ഈ പ്രാപഞ്ചിക വസ്തുക്കൾക്ക് തനിയെ നിൽക്കുവാൻ, തനിയെ പ്രകാശിക്കുവാൻ കഴിയില്ല. നസ്വതയേവ ഭാതി. പ്രപഞ്ചം എവിടെ നിന്ന് ഉണ്ടായെന്നല്ലേ ചോദ്യം. അപ്പോൾ പറയാണ്, ഈ പ്രപഞ്ചം ഉണ്ടായത് ആത്മാവിൽ നിന്നാണ്. എന്നിട്ട് പിന്നെ രണ്ടാമത് എന്ത് പറയുന്നു? ഈ ആത്മാവിൽ നിന്ന് വേറിട്ട് ഇതിന് പ്രകാശിക്കാൻ കഴിവില്ല, തനിയെ പ്രകാശിക്കാൻ കഴിവില്ല. കണ്ണിന് പ്രകാശമുണ്ട്. ഈ പ്രകാശം ആരുടെ പ്രകാശമാണ്? ജീവന്റെ പ്രകാശമാണ്, ആത്മാവിന്റെ പ്രകാശമാണ്. നമുക്ക് പറയാം, കണ്ണിന് സ്വതവേ പ്രകാശിക്കാനുള്ള ശേഷിയില്ല. കാത് കേൾക്കാൻ ഉള്ള ശക്തിവിശേഷത്തോടു കൂടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ചെവിക്ക് തന്നെ കേൾക്കാനുള്ള ശക്തിയില്ല. ആത്മാവുണ്ടെങ്കിലേ ചെവി കേൾക്കൂ, മൂക്ക് മണക്കൂ, ത്വക്ക് രുചിക്കൂ, ത്വക്ക് സ്പർശന സുഖം അനുഭവിക്കൂ, നാവ് രസനേന്ദ്രിയമാവുന്നതും ആത്മസാന്നിധ്യമുണ്ടെങ്കിലാണ്. ആത്മസാന്നിധ്യമില്ലാത്ത ജഡമായി തീർന്ന ഒരു ശരീരത്തിന് കണ്ണും മൂക്കും നാക്കും ത്വക്കും ഒക്കെ കിടപ്പുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കില്ല. കണ്ണ് തുറന്നായിരിക്കും ഇരിക്കുന്നത്, പക്ഷേ അവിടെ കാണാനുള്ള ശേഷിയില്ല, ലോചനവിശേഷമില്ല. ചെവി തുറന്നിരിപ്പുണ്ട്, പക്ഷേ ഒന്നും കേൾക്കുന്നില്ല. മൂക്ക് തുറന്നിരിക്കുകയാണ്, ഘ്രാണം അനുഭവപ്പെടുന്നില്ല. ത്വക്ക് അവിടെയുണ്ട്. മരിച്ചു കിടക്കുന്ന ആൾക്ക് ത്വക്കിനൊരു കുഴപ്പമില്ല, പക്ഷേ അയാളെ തൊട്ട് അയാൾ അറിയത്തില്ല. അയാളുടെ ശരീരത്തിൽ തീ പിടിച്ചാലും അയാൾ എണീറ്റ് ഓടില്ല. എന്തുകൊണ്ട്? അയാൾക്ക് അതൊന്നും അറിയാനുള്ള ശേഷിയില്ല. തീ പിടിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ താൻ കത്തപ്പെടുകയാണെന്നോ ഒന്നും അയാൾക്ക് വിചാരമില്ല. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ജീവന്റെ സാന്നിധ്യത്തിലാണ് പ്രകാശിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പടം കണ്ടു. 7 ദിവസം കല്ലറയിൽ കിടന്ന ഒരാൾ എണീറ്റ് വരുന്ന, അല്ലെങ്കിൽ അയാളുടെ എന്തോ ഒരു ശബ്ദം കേട്ട ആളുകൾ ചെന്ന് തുറന്നു നോക്കിയപ്പോൾ ഇയാൾ ചത്തിട്ടില്ല. ശരീരമൊക്കെ അങ്ങനെ അഴുകിപ്പോയിട്ടുണ്ട് പലയിടത്തും, പക്ഷെ അയാൾ സംസാരിക്കുന്നുണ്ട്, കാലും കൈയൊക്കെ അനക്കുന്നുണ്ട്. ജീവനില്ലെങ്കിലേക്ക് സംസാരിക്കാനോ കാലും കൈയോ അനക്കാനോ ഒന്നും സാധിക്കുകയല്ലോ. അപ്പോൾ ജീവരൂപേണ വർത്തിക്കുന്ന ആത്മചൈതന്യം ഉള്ളത് കൊണ്ടാണ് ഈ പ്രപഞ്ചം അനുഭവിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ഞാൻ കണ്ണുകൊണ്ട് കാണുന്നുവെങ്കിൽ, ചെവി കൊണ്ട് കേൾക്കുന്നുവെങ്കിൽ, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം നടക്കുന്നുവെങ്കിൽ എല്ലാം അത് ഈശ്വരന്റെ പ്രകാശം കൊണ്ടാണ് അതെല്ലാം നടക്കുന്നത്. ഒരു വേദാന്ത സൂത്രത്തിൽ വളരെ ഭംഗിയായിട്ട് ഇത് തന്നെ പറഞ്ഞു. ഈശ്വരൻ പ്രകാശ സ്വരൂപനാണ്. തദ് ജ്യോതിഹി, അത് ഈശ്വരൻ ആത്മാവ് പ്രകാശ സ്വരൂപനാണ്. തേന ഇതം പ്രജ്വലിതം, തേന ആ ആത്മാവിനാൽ ഇതം ഈ പ്രപഞ്ചം
പ്രോജ്വലിക്കപ്പെടുന്നു. ഇവിടെ എത്ര ഭംഗിയായിട്ട്, എത്ര വ്യക്തമായിട്ട്, സുവ്യക്തമായിട്ടാണ് ഗുരുവിൻ്റെ ബ്രഹ്മവിദ്യ പ്രപഞ്ചനം എന്ന് നോക്കുക. ഇത്ര ക്ലാരിറ്റിയോടുകൂടി ബ്രഹ്മവിദ്യ പറഞ്ഞു കൊടുക്കണമെങ്കിൽ, ആധ്യാത്മവിദ്യ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അത്രമാത്രം അനുഭൂതി സമ്പന്നനായ ഒരാൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അതിൻ്റെ ഹൃദയസ്ഥനായിരുന്നു ഗുരു. എത്ര ഭംഗിയായിട്ട് വേദാന്തം ചർച്ച ചെയ്തിരിക്കുന്നു ഗുരുദേവ കൃതികളിൽ കൂടി. സൂക്തങ്ങളായി ഒക്കെ വന്നിരിക്കുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാകാം ഗുരുവിൻ്റെ ആ ആഴം. അത് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വിവേകാനന്ദ സ്വാമി പറയുന്നത് പോലെ ഒരു സിംഹത്തിൻ്റെ ബലം എന്തെന്ന് മറ്റൊരു സിംഹത്തിനെ അറിയത്തുള്ളൂ. പൂച്ചകളായിട്ടുള്ള ചെറുജീവികൾക്ക്, പൂച്ചകളെ പോലെയുള്ള ചെറുജീവികൾക്ക് സിംഹത്തിൻ്റെ ബലം എങ്ങനെയാണ് അറിയുന്നത്? നമ്മളൊക്കെ എങ്ങനെയാണ് ആത്മോപദേശത്തെയോ ഗുരുദേവകൃതികളെ വിലയിരുത്തുന്നത്? രമണ മഹർഷി വിലയിരുത്തിയിരുന്നു. ആത്മോപദേശതകം വായിച്ചു കേട്ടപ്പോൾ സന്തോഷത്തോടു കൂടി അത് ഓരോ ശ്ലോകങ്ങളും കേൾക്കുമ്പോൾ അവരെല്ലാം തെരിഞ്ഞവർ, അപ്പടിതാൻ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി മഹർഷി പ്രതികരിക്കുന്നത് കാണാൻ വരുന്നത്. അവരെല്ലാം തിരിഞ്ഞവർ, അവർ സർവജ്ഞനാണെന്ന് മഹർഷി പറയുമ്പോൾ മഹർഷി സർവജ്ഞഭാവത്തിൽ ഇരുന്നു കൊണ്ടാണ്. നമ്മുടെ ഗുരുവിനെ വിലയിരുത്തുമ്പോൾ ആ വിലയിരുത്തൽ അവിവേകമാണ്. എന്നാലും നമുക്ക് ഗുരുവിനോടുള്ള ഭക്തി കൊണ്ട്, ഗുരുവിനോടുള്ള ആ ഒരു ബഹുമാനം കൊണ്ട്, ആദരവ് കൊണ്ട് നമ്മൾ പറയുകയാണ് ഗുരുവിൻ്റെ കൃതികളൊക്കെ ശ്രേഷ്ഠമാണെന്നല്ലാതെ അതിൻ്റെ പൂർണ്ണത അറിഞ്ഞുകൊണ്ടല്ല. അറിഞ്ഞാൽ പിന്നെ നമ്മൾ പറയത്തില്ല, മിണ്ടാതിരിക്കുന്ന. അപ്പം ഏതായിരുന്നാലും നസ്വദേവ ഭാതി, ഇത് തനിയെ പ്രകാശിക്കാൻ ശേഷിയുള്ളതല്ല തന്നെ. പ്രപഞ്ചത്തിലെ ഒരു വസ്തുവിന് തനിയെ പ്രകാശിക്കാൻ സാധ്യമല്ല. സൂര്യന് തനിയെ പ്രകാശിക്കാൻ ഉള്ള കഴിവില്ല. സൂര്യനിൽ കിട്ടുന്ന പ്രകാശം ഈശ്വരൻ്റെ പ്രകാശമാണ്. ചന്ദ്രനിലും അങ്ങനെ തന്നെ, നക്ഷത്രങ്ങളിലും വിളക്കിലും ഒക്കെ അങ്ങനെയാണ്. ശങ്കരഭഗവത്പാദരുടെ ഏകശ്ലോകി എന്നുള്ള ഒരു വിഖ്യാതമായ മന്ത്രമുണ്ട്. അതിലൊരു ചോദ്യമാണ്, കിം ജ്യോതിസ്തവ. ഒരു ശിഷ്യനോട് ചോദിക്കുകയാണ്, നിനക്ക് പ്രകാശം തരുന്നത് എന്തൊക്കെയാണ്? കിം ജ്യോതിസ്തവ. ഭാനുമാൻ അഹനിമേ, എനിക്ക് പകല് സൂര്യൻ വെളിച്ചം തരുന്നു. രാത്രവും പ്രദീപാധികം, രാത്രിയിലെ നക്ഷത്രങ്ങൾ, ചന്ദ്രൻ തുടങ്ങിയവ. സ്യാദേവം രവിദീപദർശന വിദൗക്കിം, ഈ രവിയെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും പ്രകാശത്തെയും ഒക്കെ കാണുന്നത് ആരാണ്? രവിദീപ ദർശന വിദൗക്കിം. അവസാനം പറയും തത്രാഹം, അതിനെല്ലാം കാണുന്നത് ഞാനാണ്. അപ്പം അതുകൊണ്ട് പരമമായ ജ്യോതിസ് ഞാൻ തന്നെ, ആത്മാവ് തന്നെ. അപ്പം എനിക്ക് എൻ്റെ ഉള്ളിൽ ആത്മാവുള്ളത് കൊണ്ടാണ് ഞാൻ സൂര്യനെ കാണുന്നത്, ചന്ദ്രനെ കാണുന്നത്, നക്ഷത്രങ്ങളെ കാണുന്നത്, എല്ലാറ്റിനെയും അനുഭവിക്കുന്നത്. അതുകൊണ്ട് എല്ലാ പ്രകാശങ്ങൾക്കും കാരണഭൂതനായിട്ടുള്ള പ്രകാശം ഞാൻ തന്നെ. ആ പരമസത്യമാണ് ഗുരു ഇവിടെ പറയുന്നത്. നസ്വതയേവ ഭാതി, ഇതിനൊന്നും തനിയെ പ്രകാശിക്കാൻ ശേഷിയേയില്ല. തേനേതം പ്രജ്വലിതം എന്ന് പറയുന്ന ഗുരുവിൻ്റെ മന്ത്രം തന്നെ ഇവിടെ നമുക്ക് കേൾക്കാം. തേന, അവനാൽ, ആ ആത്മാവിനാൽ, ഇതം, ഈ പ്രപഞ്ചം, പ്രജ്വലിതം, നസ്വതയേവ ഭാതി, ഇത് തനിയെ പ്രകാശിക്കില്ല. ഗുരുവിന് മാത്രം സാധിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഗുരുദേവനോടുള്ള ഭക്തിയും ബഹുമാനവും ഒക്കെ അങ്ങേയറ്റമുണ്ടായിരുന്ന പഴമ്പള്ളി അച്യുതൻ ഗുരുവിൻ്റെ സംഭാഷണ രീതിയെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു: തൃപ്പാദങ്ങളോട് സംസാരിക്കുക അഥവാ സംഭാഷണം കേട്ടു നിൽക്കുക അത്യന്തം ആനന്ദകരമായ ഒരു അനുഭവമാണത്. പ്രസന്നമായ മുഖഭാവം, സംഗീതമാധുര്യം തുളുമ്പുന്ന സ്വരം, ലളിതമായ വിശദീകരണം, അതും ചെറിയ ചൂർണികകൾ കൊണ്ട് മാത്രം, ഫലിതം നിറഞ്ഞ ഉദാഹരണങ്ങൾ, പ്രമേയത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ജ്ഞാനം, ശാസ്ത്രീയത വിടാതെയുള്ള പ്രതിപാദനം, ഇതൊക്കെ കൂടി എങ്ങനെ കൂട്ടിയിണക്കുമെന്നല്ലേ? അത് അവിടേക്ക് മാത്രം കഴിയുന്ന ഒരു സിദ്ധിയാണ്. വേദാന്തമോ മറ്റേതെങ്കിലും ശാസ്ത്രീയ വീക്ഷണങ്ങളോ ചർച്ച ചെയ്യുമ്പോഴാണ് സംഭാഷണം കൂടുതൽ ആകർഷകമായി തീരുക. പഴമ്പള്ളി അച്യുതൻ ഗുരുമുഖത്തിൽ നിന്ന് കേട്ട കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്.
ഗുരുവിൻ്റെ വേദാന്ത ശാസ്ത്രത്തിലുള്ള ആ ഒരു അവഗാഹം, അത് അവതരിപ്പിക്കുന്നതിലുള്ള ആ ഒരു തന്മയത്വം, അത് ഏറ്റവും ലാളിത്യത്തോടുകൂടി അതിഗംഭീരമായ ഭാവത്തെ ചെറിയ വരികളിൽ കൂടി എഴുതുവാനുള്ള ആ ഒരു സിദ്ധിവിശേഷം, ഇതൊക്കെ അവിടുത്തേക്ക് മാത്രം കഴിയുന്ന ഒരു സിദ്ധി എന്നാണ് അച്യുതൻ മാഷ് പറഞ്ഞത്. ശരിയല്ലേ? ഗുരുവിന് മാത്രം സാധിക്കുന്ന അപൂർവമായൊരു സിദ്ധി. ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൻ്റെ ആഴം നമ്മൾ കാണാൻ ശ്രമിക്കുകയാണ്. മുമ്പേ പറഞ്ഞതുപോലെ നമുക്ക് ആഴം കാണാൻ അത്ര എളുപ്പമൊന്നും അല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ കുഞ്ഞു കുഞ്ഞ് ഉരകങ്ങളെ പോലെ അല്ലെങ്കിൽ ചെറിയ പാറ്റകളെ പോലെ ഉള്ളവർ. ഗുരു വേദാന്ത കേസരി. അപ്പോൾ ആ കേസരിയുടെ സിംഹത്തിൻ്റെ ബലം അറിയണമെങ്കിൽ സിംഹമായി തീർന്നേ പറ്റൂ. നമുക്ക് വളരാൻ സാധിക്കുമെങ്കിൽ, വരാൻ സാധിക്കുമെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ബലം അറിയാം. അല്ലെങ്കിൽ വലിയ ബലമുണ്ടെന്ന് പറയാനേ സാധിക്കത്തുള്ളൂ. ഇത്തരത്തിൽ ഗുരു ബ്രഹ്മവിദ്യ നമുക്ക് സുന്ദരമായിട്ട് അവതരിപ്പിച്ചു തരുന്നു. ഗുരുകാരുണ്യം നേടിയിട്ട് ആ ഗുരുപദത്തിൽ ചരിച്ച് നമുക്ക് ഗുരുവിനോട് ചേരാൻ ശ്രമിക്കാം. നന്ദി.